ഐക്യം കാണിക്കാൻ വേണ്ടി തീരുമാനിച്ച സംയുക്ത വാർത്താ സമ്മേളനം നടക്കാത്തതിൽ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. നിലവിലുള്ള അവസ്ഥയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായേക്കും. രാഹുൽ നാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടായേക്കുമെന്നാണ് നമ്മളിപ്പോൾ അറിയുന്ന വിവരങ്ങൾ. കോൺഗ്രസിനുള്ളിൽ നമ്മളീ പുറമേ കാണുന്നതിലും കൂടുതൽ എന്തൊക്കെയോ കൊടുങ്കാറ്റുണ്ടോ? അത് തന്നെയാണ്. കാരണം കുറച്ചധികം മാസങ്ങളായി ഇത്തരത്തിൽ ഒരു കൊടുങ്കാറ്റിനെ പറ്റി, ഒരു ഭിന്നതയെ പറ്റിയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതി, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി മറ്റൊന്നാണ്. കാരണം ഈ ഭിന്നത അത്രമാത്രം പ്രത്യക്ഷത്തിൽ പുറത്തു വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദീപാദാസ് മുൻഷിയുടെ പരാമർശങ്ങൾ അത്രമാത്രം ഗൗരവത്തിൽ എടുക്കേണ്ടതായിരുന്നു. കാരണം ഈ തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിനുള്ളിലുള്ള നേതാക്കൾ, അതായത് പ്രധാന പദവിയിലിരിക്കുന്ന നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചുമതല ഒഴിയും എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരെ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി. അതിനുശേഷമാണ് സംയുക്ത വാർത്താ സമ്മേളനം ഈ ഭിന്നതകളൊക്കെ ഒഴിവാക്കി ഐക്യം വെളിപ്പെടുത്താൻ വേണ്ടി അത്തരത്തിൽ സംയുക്ത വാർത്താ സമ്മേളനം കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് അറിയിപ്പുണ്ടായത്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്തരത്തിൽ ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുന്നില്ല. ഭിന്നതയുണ്ട് എന്ന് കൃത്യമായി പറയുന്ന, അത് പ്രതിപക്ഷ നേതാവാകട്ടെ KPCC അധ്യക്ഷനാകട്ടെ, ഇവർ തമ്മിൽ ഒരു വേദിയിലേക്ക് എത്തുന്നില്ല, പരസ്പരം ആശയവിനിമയം നടത്തുന്നില്ല. കെ സുധാകരൻ തിരികെ കണ്ണൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഈ വിവാദങ്ങൾക്ക് പിന്നാലെ കണ്ണൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പരിഹാരമായി പറഞ്ഞ കാര്യങ്ങൾ പോലും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് AICC ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടണം എന്ന ആവശ്യം, അല്ലെങ്കിൽ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. കാരണം ദീപാദാസ് മുൻഷി അത്തരത്തിൽ ഈ ചുമതല ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഘട്ടമെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ AICC ഇത്തരത്തിൽ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പരിഹാരവും ഒപ്പം ചർച്ചയും നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംയുക്ത വാർത്താ സമ്മേളനം വൈകുന്നതിൽ AICCക്ക് വലിയ അതൃപ്തിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരും പ്രതികരണം നടത്തിയിട്ടില്ല. രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, അത് ഈ പറയുന്നത് പോലെ ചർച്ച മാത്രമല്ല, ഒടുവിൽ തർക്കത്തിലേക്കും കാര്യങ്ങൾ പോയി. തർക്കത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും AP അനിൽകുമാറും തർക്കത്തിലേക്ക് പോയ വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ ആ ചർച്ചയ്ക്കിടെ തർക്കത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കല്ല തീരുമാനമെടുക്കേണ്ടതെന്ന് കടുത്ത ഒരു വാദം AP അനിൽകുമാർ നടത്തുന്നു. എന്നാൽ മറുപടിയെ തനിക്ക് തന്നെ നിലപാട് പറയേണ്ടത് ഹൈക്കമാൻഡ് ഇടപെട്ട പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് തന്നെ കരുതാം.